ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രീഷ്മ ബോസിൻ്റെ വെഡ്ഡിംഗ് വ്ളോഗാണ്. അപ്പോൾ തലേ ദിവസത്തെ പരിപാടി വളരെ മിനിമലായിട്ടാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവരുടെ ക്ലോസ് ഫാമിലി, അതുപോലെ കുറച്ച് ഫ്രണ്ട്സും ചെക്കൻ്റെ ഫാമിലിയും അങ്ങനെയായിട്ട്. അപ്പോൾ സജ്ജമോളും കല്ലും ഒക്കെ സെറ്റ് സാരി എടുത്ത് നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സെറ്റ് സാരി എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഒന്നാമത് ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് എത്തിയത്. പിന്നെ നമ്മുടെ ബോസിന് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് സർപ്രൈസ് ആക്കി സന്തോഷവതിയാക്കി. പിന്നെ ഓൾവേസ് നമ്മളെല്ലാവരും നിന്ന് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി കേട്ടോ. ഇത്രയും നേരം വളരെ നോർമലായിട്ട് നിൽക്കുന്ന ഞങ്ങൾ അവിടുത്തെ ആളുകളുടെ എണ്ണമൊക്കെ കുറയുന്നതിനനുസരിച്ചിട്ട് പതിയെ പതിയെ വയലൻ്റ് ആയി തുടങ്ങി. പോരാത്തതിന് നല്ല ഫുഡും കിട്ടിയായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ഞങ്ങൾ അവിടുത്തെ ഡാൻസ് പ്രാക്ടീസ് മൊത്തത്തിൽ അവിടെ വൈബിങ് ആയിരുന്നു. അങ്ങനെ പുലർച്ചെ ഒരു 1 മണി വരെയൊക്കെ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. രാവിലെ ഒരു 7 മണിയായപ്പോഴേക്കും ബോസ് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും റെഡിയായി. ഞാനിതാ ഈ ഒരു അടിപൊളി ഹാഫ് സാരിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡായിട്ടുള്ള മന്ദാരയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ. നല്ല അടിപൊളി ധാവണിയാണ്. സോ ധാവണിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരാം. അപ്പോൾ ഞാൻ ഇതുവരെ സ്റ്റൈൽ ചെയ്യാത്ത രീതിയിലാണ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ട് ബ്രീഡ് ചെയ്തിട്ടാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചേച്ചിയാണ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത്. ദെൻ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് പോയി കല്യാണം കാണാല്ലേ. താലികെട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ എത്തിയത് നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് തന്നെ ആദ്യം ഇങ്ങോട്ട് തുടങ്ങി. പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതോടെ ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഡാൻസ് എപ്പോഴാണ് കളിക്കേണ്ടതെന്ന് അറിയാഞ്ഞിട്ട്. കാരണം അവർ ഓൾറെഡി എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻട്രി ഡാൻസ് അല്ല നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് എൻട്രിയിൽ ഓൾറെഡി ഇങ്ങനെ ഒരു മോഹിനിയാട്ടത്തിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അത് സ്റ്റേജിലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അത്യാവശ്യം കുറച്ച് സെലിബ്രിറ്റീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ബിഗ് ബോസ് സീസൺ 5 റിനോഷ് ജോർജ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാൻ പോയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ഇതാ കല്ലും രേഷുവും സജുമോളും കൂടെ അവരുടെ ലഗേജൊക്കെ കാറിൽ നിന്ന് എടുത്ത് വെച്ചു. കാരണം അവർ നേരെ ട്രിവാൻഡ്രമാണ് പോകുന്നത് റിസപ്ഷന്. ഞാൻ ഇത്രയും ദൂരം എനിക്ക് സഞ്ചരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് വെച്ചു.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ സദ്യ കഴിക്കാൻ ഇരുന്നു. സദ്യ നല്ല അടിപൊളി സദ്യയായിരുന്നു. പക്ഷേ എറണാകുളം സൈഡിൽ ട്രിവാൻഡ്രം സ്റ്റൈല് ഫുഡാണോ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രിവാൻഡ്രം സ്റ്റൈല് സദ്യയായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും അവർ ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ബോസ് ആ നേരം ആയപ്പോഴേക്കും നല്ല രീതിക്ക് ഇമോഷണൽ ആയിരുന്നു. എന്താ പറയുക, ഭയങ്കരമായിട്ട് തമാശയൊക്കെ പറയുന്നവർ ഇമോഷണലായി കാണുമ്പോൾ നമുക്കും ഭയങ്കര സങ്കടമായി പോയി. കൂടെ നിൽക്കുന്നവരെല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. അങ്ങനെ അവർ പോയി ഗൈസ്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ബൈ.